ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ചാപ്റ്റർ 7 ആൻ ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗര. വിജയനഗരം ഒരു സാമ്രാജ്യ തലസ്ഥാനം. ആദ്യത്തെ ചോദ്യം പരിശോധിക്കാം. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ഓഫ് കോളിൻ മെക്കൻസി വിത്ത് ദ ഹിസ്റ്റോറിക്കൽ സിറ്റി ഓഫ് ഹംപി. ചരിത്ര നഗരമായ ഹംപിയുമായി മെക്കൻസിക്കുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദ്യം. നമുക്ക് പരിശോധിക്കാം. ഹംപി വാസ് ബ്രോട്ട് ടു ലൈറ്റ് ഇൻ 1800 ബൈ കോളിൻ മെക്കൻസി. He was an engineer, surveyor and cartographer. In 1815, he appointed as first surveyor general of India. He prepared the first survey map of the site. തകർന്ന ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി വെളിച്ചത്ത് കൊണ്ടുവന്നത് 1800 കേണൽ കോളിൻ മെക്കൻസിയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിരുന്നു. എഞ്ചിനീയറും പുരാവസ്തു സമ്പാദകനും ആയിരുന്നു അദ്ദേഹം. 1815 അദ്ദേഹത്തെ പ്രഥമ സർവേയർ ജനറൽ ഓഫ് ഇന്ത്യയായി നിയമിച്ചു. വിജയനഗരത്തിൻ്റെ സർവേ മാപ്പ് ആദ്യമായി തയ്യാറാക്കിയത് അദ്ദേഹമായിരുന്നു. അടുത്ത ചോദ്യം പരിശോധിക്കാം. ദ റൂൾ ഓഫ് കൃഷ്ണദേവരായ വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്പാൻഷൻ ആൻഡ് കൺസോളിഡേഷൻ. ഡിസ്കസ്. കൃഷ്ണദേവരായരുടെ ഭരണകാലത്തെ സാമ്രാജ്യം വികസിപ്പിക്കുകയും സാമ്രാജ്യത്തെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ചർച്ച നടത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്താണ് നമുക്ക് എഴുതേണ്ടത് എന്ന് പരിശോധിക്കാം. ദ ഹിസ്റ്ററി ഓഫ് വിജയനഗര അസോസിയേറ്റഡ് വിത്ത് ഹിസ്റ്ററി ഓഫ് 4 ഡൈനാസ്റ്റീസ്: സംഗമ, സളുവ, തുളുവ ആൻഡ് അരവിഡു. The famous ruler Krishnadevaraya belonged to Tuluva dynasty. He captured Raichur Doab, land between Tungabhadra and Krishna river. വിജയനഗരത്തിൻ്റെ ചരിത്രം 4 രാജവംശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു: സംഗമ, സളുവ, തുളുവ, അരുവിഡു. വിജയനഗരത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവ് തുളുവംശത്തിലെ കൃഷ്ണദേവരായർ ആണ്. കൃഷ്ണദേവരായർ തുംഗഭദ്ര നദിക്കിടയിലുള്ള റെയ്ച്ചൂർ തടം പിടിച്ചെടുത്തു. ഡ്യൂറിംഗ് ഹിസ് പീരീഡ് വിജയനഗര റീച്ച്ഡ് ഇറ്റ്സ് ക്ലൈമാക്സ്. കൃഷ്ണദേവരായ വാസ് എ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റർ. ഹി വാസ് ഓൾസോ ഗ്രേറ്റ് ബിൽഡർ. ഹി ബിൽഡ് ദ ഹസാര രാമസ്വാമി ടെമ്പിൾ ആൻഡ് വിത്തള സ്വാമി ടെമ്പിൾ. He founded a township near Vijayanagara called Nagalapura after his mother. Krishnadevaraya also great patron of art and architecture. He was known as Andhra Bocha. He himself was a great scholar and writer. He was the author of Amukta Malayada in Telugu and Usha Parinayam in Sanskrit. Amukta Malayada is a work on statecraft. വിജയനഗരം അതിൻ്റെ ഉന്നതിയിൽ എത്തിയത് കൃഷ്ണദേവരായരുടെ കാലത്താണ്. കൃഷ്ണദേവരായർ നല്ലൊരു ഭരണകർത്താവായിരുന്നു. വലിയ നിർമ്മാണ പ്രവൃത്തികളും അദ്ദേഹം നടത്തിയിരുന്നു. ഹസാര രാമസ്വാമി ക്ഷേത്രവും വിട്ടളസ്വാമി ക്ഷേത്രവും അദ്ദേഹം പണികഴിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ഓർമ്മക്കായി പണികഴിപ്പിച്ച നഗരമാണ് നാഗലപുരം. കലയും വാസ്തുവിദ്യയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. കൃഷ്ണദേവരായർ ആന്ധ്രഭോജൻ എന്ന് അറിയപ്പെട്ടു. അദ്ദേഹം പണ്ഡിതനും എഴുത്തുകാരനും ആയിരുന്നു. ഉഷാപരിണയം, അമുക്തമാലയാത എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അടുത്ത ചോദ്യം. ദ അമരനായക സിസ്റ്റം വാസ് എ മേജർ പൊളിറ്റിക്കൽ ഇന്നോവേഷൻ ഓഫ് ദ വിജയനഗര എംപയർ. ഇല്യൂസിഡേറ്റ്. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പുതുമയാർന്ന ഒരു സമ്പ്രദായമായിരുന്നു അമരനായക സമ്പ്രദായം. എന്താണ് അമരനായക സമ്പ്രദായം എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അമരനായകാസ്. The military chieftains were called Amaranayakas.
They spoke Telugu or Kannada. They controlled armed force and forts. The Amaranayakas were military commanders. They were given territories to govern by the Rayas. The territories were called Amara. They collected taxes from peasants, craftsmen, and traders. They sent tribute to the king annually. They provided army to the king. സൈനിക തലവന്മാരെ നായകർ എന്നാണ് വിളിച്ചിരുന്നത്. അവർ തെലുങ്കും കന്നഡയുമാണ് സംസാരിച്ചിരുന്നത്. അവർ കോട്ടകളും സൈന്യത്തെയും നിയന്ത്രിച്ചിരുന്നു. അമരനായകർ സൈനിക കമാൻഡർമാരാണ്. രായന്മാർ ഭൂമി നായകർക്ക് നൽകിയിരുന്നു. ഈ ഭൂമിയെ അമരം എന്ന് വിളിക്കുന്നു. കർഷകരിൽ നിന്നും കൈത്തൊഴിലുകാരിൽ നിന്നും വ്യാപാരിമാരിൽ നിന്നും അവർ നികുതി പിരിച്ചു. അവർ രാജാവിന് വർഷം തോറും കപ്പ നൽകി. രാജാവിന് സൈന്യത്തെ നൽകിയിരുന്നത് അമരനായകർ ആയിരുന്നു. അടുത്ത ചോദ്യം, അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ഇൻ ദ വിജയനഗര എംപയർ. വിജയനഗര സാമ്രാജ്യത്തിൽ കച്ചവടത്തിനുള്ള വ്യാപാരത്തിനുള്ള പ്രാധാന്യം എന്തായിരുന്നു എന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് ഉത്തരം എഴുതേണ്ടത് എന്ന് പരിശോധിക്കാം. റൂളേഴ്സ് ഓഫ് വിജയനഗര ഇമ്പോർട്ടഡ് ഹോഴ്സസ് ഫ്രം അറേബ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ. It was important for organized strong cavalry. Horse trade was initially controlled by Arab traders. Local merchants also participated in this trade. They known as Kudire Chettis. From 1498, Portuguese traders also appeared on the scene. Vijayanaga was also famous for its market dealing in spices, textiles, precious stones. City had wealthy population that demanded high value exotic goods, especially precious stones and jewelry. The revenue derived from trade contributed to the prosperity of the state. വിജയനഗര ഭരണാധികാരികൾ അറേബ്യയിൽ നിന്നും മധ്യ ഏഷ്യയിൽ നിന്നും കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നു. ആദ്യകാലത്ത് കുതിര കച്ചവടം നിയന്ത്രിച്ചിരുന്നത് അറബ് വ്യാപാരികളായിരുന്നു. പ്രാദേശിക കച്ചവടക്കാരും കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു. 1498 മുതൽ പോർച്ചുഗീസുകാരും കച്ചവട രംഗത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. വിജയനഗര കമ്പോളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ, വിലപിടിച്ച കല്ലുകൾ ഇവയെല്ലാം പ്രശസ്തമായിരുന്നു. വിജയനഗരത്തിലെ സമ്പന്നർ ആയിരുന്നു വിലപിടിച്ച കല്ലുകളും ആഭരണങ്ങളും ഇവയുടെ ഉപഭോക്താക്കൾ. വിജയനഗരത്തിൻ്റെ സമൃദ്ധിക്ക് കാരണം വ്യാപാരത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനമായിരുന്നു. അടുത്ത ചോദ്യം പരിശോധിക്കാം. ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫോർട്ടിഫിക്കേഷൻ ഇൻ വിജയനഗര ദാറ്റ് ഈവൻ ഇംപ്രസ്ഡ് അബ്ദുൾ റസാഖ് ദ ട്രാവലർ. വിജയനഗരത്തിലെ കോട്ടകളെക്കുറിച്ച് വിവരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അബ്ദുൾ റസാഖ്, സഞ്ചാരിയായ അബ്ദുൾ റസാഖിനെ വിസ്മയിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു കോട്ടമതിലുകൾ. നമുക്ക് എന്താണ് ഉത്തരം എഴുതേണ്ടതെന്ന് നോക്കാം. ഫോർട്ടിഫിക്കേഷൻ, കോട്ട. Abdul Razak, an ambassador sent by the ruler of Persia to Calicut in the 14th century. He was greatly impressed by the fortification. He mentioned 7 lines of forts. These encircled not only the city but also its agricultural hinterland and forest. No mortar or cementing agent was employed anywhere in the construction. The stone blocks were wedge-shaped, which held them in place. 14ാം നൂറ്റാണ്ടിൽ വിജയനഗരം സന്ദർശിച്ച വിദേശിയാണ് അബ്ദുൾ റസാഖ്. അദ്ദേഹത്തെ പേർഷ്യൻ രാജാവ് കോഴിക്കോട്ടെ അംബാസഡറായി അയച്ചതാണ്. അദ്ദേഹത്തിന് വിജയനഗരത്തിലെ കോട്ട നിർമ്മാണത്തിൽ വലിയ മതിപ്പ് തോന്നി. 7 നിരകളുള്ള കോട്ടയെക്കുറിച്ച് അബ്ദുൾ റസാഖ് പറയുന്നുണ്ട്. ഈ കോട്ടകൾ നഗരത്തെ മാത്രമല്ല കാർഷിക ഭൂമിയെയും വനത്തെയും വലയം ചെയ്തിരുന്നു. കോട്ടയുടെ നിർമ്മാണത്തിന് ചാന്തോ സിമൻറ്റോ ഉപയോഗിച്ചിരുന്നില്ല. ആപ്പ് ആകൃതിയിലുള്ള വലിയ ശിലാപാളികൾ കൊണ്ടാണ് കോട്ട നിർമ്മിച്ചത്. അബ്ദുൾ റസാഖ് നോട്ടഡ് ദാറ്റ് between the first and second and third walls there are cultivated fields, gardens and houses.
Present-day archaeological excavations reveals evidence of agricultural tract between the sacred center and the urban core. The third line of fortifications protected the royal center. അബ്ദുൾ റസാഖ് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കോട്ടയ്ക്കുള്ളിലായിരുന്നു കൃഷിയിടങ്ങളും ഉദ്യാനങ്ങളും വീടുകളും ഉണ്ടായിരുന്നത്. ആധുനിക പുരാവസ്തു പഠനങ്ങൾ തെളിയിക്കുന്നത് വിശുദ്ധ കേന്ദ്രത്തിനും നഗര കേന്ദ്രത്തിനും ഇടയിൽ കൃഷിഭൂമി ഉണ്ടായിരുന്നു എന്നാണ്. രാജകീയ കേന്ദ്രത്തെ സംരക്ഷിക്കാനായി മൂന്നാം നിര കോട്ട ഉണ്ടായിരുന്നു. There was an arch on the gateway and dome over the gate. This style of architecture was a combination of Islamic architecture and local building practices. Therefore, art historians refer to this style as Indo-Islamic. കോട്ടകളുടെ പ്രവേശന കവാടത്തിൽ ഒരു കമാനവും അതിനു മുകളിലായി ഒരു താഴികക്കുടവും നിർമ്മിച്ചിരുന്നു. ഇസ്ലാമിക വാസ്തുവിദ്യയും പ്രാദേശിക വാസ്തുവിദ്യയും കൂടിച്ചേർന്നൊരു വാസ്തുവിദ്യ ആണിത്. ഈ ശൈലിയെ ഇൻഡോ ഇസ്ലാമിക് എന്ന് വിളിക്കുന്നു. Archaeologists have studied roads within the city and those leading out of it. Roads were generally constructed throughout the valleys. Bazaars were located on the sides of these roads. പുരാവസ്തു ശാസ്ത്രജ്ഞർ നഗരത്തിലെയും നഗരത്തിന് പുറത്തേക്കുള്ള റോഡുകളെയും കുറിച്ച് പഠനം നടത്തിയിരുന്നു. റോഡുകൾ താഴ്വരയിൽ കൂടിയാണ് നിർമ്മിച്ചിരുന്നത്. ഈ റോഡുകളുടെ ഇരുവശത്തും ആയിരുന്നു ബസാറുകൾ. അടുത്ത ചോദ്യം നോക്കാം. ഇല്ലുസ്ട്രേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ മെയിൻ ബിൽഡിങ്സ് ഇൻ ദ റോയൽ സെൻറ്റർ ഓഫ് വിജയനഗര. വിജയനഗരത്തിലെ രാജകീയ കേന്ദ്രത്തിലെ പ്രധാന നിർമ്മിതികളെക്കുറിച്ച് എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എബൌട്ട് ദ മഹാനവമി ദിബ. മറ്റേ ചോദ്യമാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എബൌട്ട് ദ മഹാനവമി ദിബ. മഹാനവമി ദിബയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഈ രണ്ട് ചോദ്യത്തിനും ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താം. റോയൽ സെൻറ്റർ രാജകീയ കേന്ദ്രം. The royal center was located in the southwestern part of the city. It had more than 60 temples and 30 palaces. The temples were constructed entirely of masonry while other secular buildings was made of perishable materials. The king's palace is the largest complex of the royal center. It has two most impressive platforms. First one, audience hall. Second, Mahanavami Dibba. രാജകീയ കേന്ദ്രം നിലനിന്നിരുന്നത് നഗരത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. അവിടെ 60 ക്ഷേത്രങ്ങളും 30 കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് പൂർണ്ണമായും കല്ലുകൾ കൊണ്ടായിരുന്നു. എന്നാൽ മതേതരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് നശിച്ചു പോകാവുന്ന വസ്തുക്കൾ കൊണ്ടാണ്. രാജകൊട്ടാരമാണ് രാജകീയ കേന്ദ്രത്തിലെ ഏറ്റവും വലിയ കൊട്ടാര സമുച്ചയം. ഇവിടെ 2 വലിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒന്ന് ഓഡിയൻസ് ഹാൾ, ശ്രോതാക്കളുടെ ഹാൾ. The audience hall is high platform. It had wooden pillars that close and regular intervals. The second floor rested on these pillars. It had staircases going up to the second floor. ശ്രോതാക്കളുടെ ഹാൾ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമാണ്. അതിന് മുകളിൽ കൃത്യമായ അകലത്തിൽ മരം കൊണ്ടുള്ള തൂണുകൾ ഉറപ്പിച്ചിരുന്നു. 2ാം നില ഈ തൂണുകൾക്ക് മുകളിലായിരുന്നു. 2ാം നിലയിലേക്ക് പോകാനുള്ള കോണിപ്പടിയും ഉണ്ടായിരുന്നു. മഹാനവമി ദിബ ഈസ് എ മാസീവ് പ്ലാറ്റ്ഫോം വിത്ത് എ ബേസ് ഓഫ് അബൌട്ട് 11,000 square feet. It has a height of 40 feet. It had a wooden structure. Many ceremonies were performed on the occasion of Mahanavami. These include worship of image, worship of state horse, and sacrifices of buffaloes and other animals. Dances, wrestling matches, and procession of horses, elephants, chariots, and soldiers.
On the last day of festival, the king inspected his army and armies of the Nayagas. The Nayagas brought a rich gift and tribute for the king. മഹാനവമി ദിബ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിന് 11,000 ചതുരശ്ര അടി തറ വിസ്തീർണം ഉണ്ടായിരുന്നു. 40 അടി ഉയരവും ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിന് മുകളിൽ മരം കൊണ്ടുള്ള നിർമ്മിതി ഉണ്ടായിരുന്നു. മഹാനവമി ആഘോഷവുമായി ബന്ധപ്പെട്ട പല ചടങ്ങുകളും മഹാനവമി ദിബയിൽ വെച്ചാണ് നടന്നിരുന്നത്. വിഗ്രഹപൂജ, രാജകീയ കുതിരയെ ആരാധിക്കൽ, മൃഗബലി, നൃത്തങ്ങൾ, ഗുസ്തി, കുതിര, ആന, രഥം, സൈനികരുടെ ഘോഷയാത്ര എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. ഉത്സവത്തിൻ്റെ അവസാന ദിവസം രാജാവ് തൻ്റെ സൈന്യത്തെയും നായകന്മാരുടെ സൈന്യത്തെയും പരിശോധിക്കുന്നു. നായകന്മാർ രാജാവിന് സമ്മാനങ്ങളും കപ്പവും നൽകും. ലോട്ടസ് മഹൽ. One of the most beautiful buildings in the royal center. According to Mackenzie, it may have been a council chamber, a place where the king met his advisors. രാജകീയ കേന്ദ്രത്തിലെ മനോഹരമായ കെട്ടിടമാണ് ലോട്ടസ് മഹൽ. മെക്കൻസി പറയുന്നത് ഇതൊരു കൗൺസിൽ ചേംബർ ആയിരിക്കാം എന്നാണ്. രാജാവ് തൻ്റെ മന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത് ഇവിടെ വെച്ചായിരിക്കാം. ഹസാര രാമസ്വാമി ടെമ്പിൾ. One of the most beautiful temple. This temple was most probably used only by the king and his family. രാജകീയ കേന്ദ്രത്തിലെ മനോഹരമായ ക്ഷേത്രമാണ് ഹസാര രാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം രാജാവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മാത്രം ഉപയോഗിച്ചതായിരിക്കാം. അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ വിരൂപാക്ഷ ടെമ്പിൾ ആൻഡ് വിത്തല ടെമ്പിൾ ഫൗണ്ടഡ് ഇൻ ദ സാക്രഡ് സെൻറ്റർ ഓഫ് ദ വിജയനഗര. വിജയനഗരത്തിലെ വിശുദ്ധ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വിരൂപാക്ഷ ക്ഷേത്രവും വിത്തല സ്വാമി ക്ഷേത്രത്തെ അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗോപുരം ആൻഡ് മണ്ഡപാസ് ഇൻ ദ വിജയനഗര പീരീഡ്. വിജയനഗര കാലത്തെ ഗോപുരവും മണ്ഡപത്തിൻ്റെയും പ്രാധാന്യത്തെ അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഉത്തരം പരിശോധിക്കാം. ദ സാക്രഡ് സെൻറ്റർ, വിശുദ്ധ കേന്ദ്രം. The northern end of the city is situated on the banks of river Tungabhadra. It was a rocky and hilly area. This area associated with several sacred traditions. Hence it is called the sacred center. Temple building was encouraged by rulers as a means of attaining divinity. Temples functioned as a center of learning. Rulers granted land and other റിസോഴ്സസ് ടു ദ ടെമ്പിൾ. വിജയനഗരത്തിൻ്റെ വടക്കുഭാഗം അവസാനിക്കുന്നത് തുംഗഭദ്ര നദീ തീരത്താണ്. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ കുന്നിൻ പ്രദേശമാണിത്. ഈ പ്രദേശം ധാരാളം പരിശുദ്ധ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത്. രാജാക്കന്മാർ ദിവ്യത്വം അവകാശപ്പെടാനായി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചു. ക്ഷേത്രങ്ങൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. ഭരണാധികാരികൾ ഭൂമിയും സമ്പത്തും ക്ഷേത്രങ്ങൾക്ക് നൽകിയിരുന്നു. വിജയനഗര സെലക്ടഡ് ആസ് ക്യാപിറ്റൽ സിറ്റി ഡ്യൂ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഷ്രൈൻസ് ഓഫ് വിരൂപാക്ഷ ആൻഡ് പമ്പാദേവി. Vijayanaga king claimed to rule on behalf of the god Virupaksha. All royal orders were signed Sri Virupaksha. They used the title Hindu Suratrana. It means Hindu Sultan. വിജയനഗരത്തെ തലസ്ഥാനമായി തിരഞ്ഞെടുക്കാൻ കാരണം വിരൂപാക്ഷൻ്റെയും പമ്പാദേവിയുടെയും ക്ഷേത്രങ്ങളുടെ സാന്നിധ്യമാണ്. വിരൂപാക്ഷ ദേവൻ്റെ പേരിലാണ് തങ്ങൾ ഭരണം നടത്തുന്നതെന്ന് വിജയനഗര രാജാക്കന്മാർ അവകാശപ്പെട്ടിരുന്നത്. എല്ലാ രാജകീയ ഉത്തരവുകളും ശ്രീ വിരൂപാക്ഷ എന്ന കയ്യൊപ്പോടുകൂടിയാണ് പുറത്തിറക്കിയിരുന്നത്. വിജയനഗര രാജാക്കന്മാർ ഹിന്ദു സുരത്രാണ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്നു. ഇതിനർത്ഥം ഹിന്ദു സുൽത്താൻ എന്നാണ്. ഗോപുരം ആൻഡ് മണ്ഡപാസ്. ഗോപുരംസ് ആർ ഗേറ്റ്വേസ് ഓഫ് ദ ടെമ്പിൾസ്. As they were constructed by the Vijayanaga rulers, they were called Raya Gopurams. The Vijayanaga also built mandapas or pavilion
and long pillared corridors. ക്ഷേത്ര കവാടങ്ങളെയാണ് ഗോപുരങ്ങൾ എന്ന് പറയുന്നത്. ഇവ നിർമ്മിച്ചത് വിജയനഗര ഭരണാധികാരികളാണ്. അതുകൊണ്ട് അവയെ രായഗോപുരങ്ങൾ എന്ന് വിളിക്കുന്നു. വിജയനഗര ഭരണാധികാരികൾ മണ്ഡപങ്ങളും നിർമ്മിച്ചിരുന്നു. നീളമുള്ള തൂണുകളോട് കൂടിയ ഇടനാഴികളും നിർമ്മിച്ചിരുന്നു. The Virupaksha temple was built over centuries. There is a hall in front of the main shrine. It was built by Krishna Devaraya. Krishna Devaraya also constructed the eastern Gopuram. Several halls were built in the temple complex. They were used for variety of purposes, for example, music, dance, drama, etc. The most remarkable shrine of Vijayanagara is Vittala Swami temple. Vittala is a form of Vishnu. The Vittala temple has several halls. It has a unique shrine designed as a chariot. A salient feature of the temple complex is the chariot street. The street extended from the temple Gopuram in a straight line. വിരൂപാക്ഷ ക്ഷേത്ര നിർമ്മാണത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ആദ്യ നിർമ്മാണം നടന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. പ്രധാന ദേവാലയത്തിൻ്റെ മുൻവശത്ത് ഒരു ഹാൾ നിർമ്മിച്ചത് കൃഷ്ണദേവരായർ ആണ്. കിഴക്കേ ഗോപുരവും നിർമ്മിച്ചത് കൃഷ്ണദേവരായർ തന്നെയാണ്. ക്ഷേത്ര സമുച്ചയത്തിൽ ധാരാളം ഹാളുകൾ നിർമ്മിച്ചിരുന്നു. അവ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഉദാഹരണത്തിന് സംഗീതം, നൃത്തം, നാടകം എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. വിജയനഗരത്തിലെ ശ്രദ്ധേയമായ ഒരു ക്ഷേത്രമാണ് വിട്ടള സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ധാരാളം ഹാളുകൾ ഉണ്ടായിരുന്നു. വിട്ടള ക്ഷേത്രത്തിൽ രഥത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമുണ്ട്. ഇതൊരു അതുല്യ നിർമ്മിതിയാണ്. ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പ്രത്യേകതയാണ് രഥത്തെരുവുകൾ. ക്ഷേത്ര ഗോപുരം മുതൽ ഒരു നേർപാതയായി ഇവ നീണ്ട് കിടക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അധ്യായത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.